ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഡ്രൈ സ്കിന്ന് എൻ്റെ എക്സ്ട്രാ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മുന്നിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇത് വളരെ എങ്ങനെയാണ് ഡ്രൈ സ്കിന്നുകാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നത് എനിക്കറിയാവുന്നത് ഞാൻ പറയുകയാണ്. ഞാൻ വലിയ ഡോക്ടറും അതൊന്നും ആയിട്ടില്ല, പക്ഷേ അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ ഞാൻ അറിയുന്ന കാര്യം ഞാൻ ചെയ്തിട്ട് റിസൾട്ടും കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ ഡോക്ടേഴ്സൊക്കെ അങ്ങനെ നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ ഞാൻ പോയിട്ട് കുറേ കടന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള അവരെ ഡോക്ടേഴ്സൊക്കെ ഇതുപോലെ പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണത്, ഇത് വിശ്വസിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോ ഇട്ടപ്പോൾ എക്സസൈസ് ചെയ്യണത്, ഫേസ് ചെറുപ്പം തോന്നിക്കാനുള്ള എക്സസൈസ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചതിൻ്റെ ഇത് വിശ്വസിക്കാവോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ് ബിലീവബിൾ ആണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ബിലീവബിളാണ്, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഡോക്ടേഴ്സൊക്കെ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ആദ്യം ബ്രഷ് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നായിട്ട് നിങ്ങൾ ഇതുപോലെ വെളിച്ചെണ്ണയോ എന്ത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നത് അങ്ങനെ ഒരു എണ്ണ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസിങ് തേക്കുകയാണെങ്കിൽ മോയ്സ്ചറൈസിങ് തേക്കാം കേട്ടോ. അത് ഇല്ല പറഞ്ഞാൽ എണ്ണ തേച്ച് കുളിക്കണ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്ന് എണ്ണയും തേക്കണത്. ചില ദിവസം ഞാൻ മോയ്സ്ചറൈസിങ് ആണ് തേക്കാറുള്ളത്, എപ്പോഴും ഞാൻ എണ്ണ തേക്കാറില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് പ്രത്യേകിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് നല്ലതാണ്, അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ല മസാജ് ചെയ്യണ പോലെ ചെയ്യണം. വെറുതെ എണ്ണ അങ്ങനെ വെറുതെ ചിലവർ വെറുതെ എണ്ണ അങ്ങനെ വെറുതെ മുഖത്ത് നിന്ന് വാരിപ്പൊത്തണ പോലെ പൊത്തിയിട്ട് ഇരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിൽ ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഫേസിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായി മസാജ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം, അങ്ങനെ തട്ടിയിട്ട്, എന്നാലാണ് ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇതുപോലെ ഞാൻ മറ്റേ വീഡിയോ ചെയ്ത എക്സസൈസൊക്കെ ഈ സമയത്തും ചെയ്യുക. നമ്മൾ എപ്പോഴാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നത് അതുപോലെ ചെയ്യാവുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ഒന്ന് ഫേസിലൊക്കെ നന്നായി പിടിച്ച ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ആവുന്നതും പിയേഴ്സ് സോപ്പിട്ട് കുളിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാൻ പിയേഴ്സ് സോപ്പിട്ടാണ് കുളിക്കുന്നത്, അല്ലെങ്കിൽ ഡവ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതും ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ സ്മൂത്തായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് ഇങ്ങനെയൊന്നും ചെയ്യണ്ട. അങ്ങനെ അതൊക്കെ സെറ്റായി ഇട്ട ശേഷം പിന്നെ നമ്മൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും, ഞാൻ പുറത്തൊന്നും പോകാറില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഞാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു വേറെ ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു, ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ പുറത്ത് പോയാലും മോയ്സ്ചറൈസിങ് തേക്കും, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ലഹർ പോകാൻ കൊടുക്കാൻ സമയത്ത് കുറച്ച് ആവുന്നതും എത്രയും നേരത്തെ കുളിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കുളിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഈ മൈഗ്രെയിനിൽ തലവേദന അങ്ങനെയൊക്കെ ഉള്ളൊരു 11 മണിൻ്റെ മുന്നെയെങ്കിലും കുളിക്കാൻ നോക്കണം. അത് കഴിഞ്ഞാൽ എനിക്ക് 11 മണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചാൽ ഭയങ്കര തലവേദനയും പ്രശ്നങ്ങളും വരും. തല കുളിക്കണമെന്ന് നേരത്തെ കുളിക്കാൻ നോക്കുക. എന്നിട്ട് തലയിൽ കുറച്ച് രാസനാദി പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആയുർവേദത്തിൽ കടന്ന ശേഷം അത് മുടക്കിയിട്ടേ തല കഴുകുമ്പോൾ എപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോപ്പ് ക്രീം വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. പുറത്ത് പോകുകയാണെങ്കിൽ ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്. പുറത്ത് പറഞ്ഞാൽ ഞാൻ അധികം എന്തെങ്കിലും ഫംഗ്ഷനക്ക് എന്തെങ്കിലും പോകുമ്പോഴാണ് സ്റ്റോപ്പ് ക്രീം തേക്കുന്നത്. അത് നമ്മൾ ഈ എന്താ പറയുക, മോയ്സ്ചറൈസിങ്ങും ഒക്കെ ഉള്ള സ്റ്റോപ്പ് ക്രീമാണ് തേക്കേണ്ടത്. കാരണം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് കുറച്ച് അവൻ്റെ ഡ്രൈ ആയിട്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ക്രീം തേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മൾ ഇതേപോലെ പിന്നെ നമ്മൾ ഒന്നും ചെയ്യൊന്നും വേണ്ട,
കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രാത്രി ഇശാ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇതുപോലെ കിടക്കാൻ സമയത്ത് ഫുഡൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ ഫേസൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് ഇതുപോലൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് മെല്ലെ സ്മൂത്തായിട്ട് തേച്ചിട്ട് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഇത് വാങ്ങിയത് പുതിയ ക്രീമാണ് കേട്ടോ. ഈ മോയ്സ്ചറൈസിങ് ഞാൻ ഇതുവരെ തേച്ചിട്ടില്ല. ഞാനന്ന് എനിക്കൊരു ഇവിടെ അടുത്തുനിന്നൊരു ബ്യൂട്ടീഷ്യൻ തന്നതാണ്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ ഇത് തേച്ചിട്ട് എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ കുറച്ചായിട്ടുള്ളൂ ഇത് തേക്കാൻ തുടങ്ങിയിട്ട്. തേച്ചിട്ട് എങ്ങനെ റിസൾട്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ നല്ല ഒരു ഉള്ളിയുടെയും ഒക്കെ സ്മെല്ലാണത്. നല്ല സ്മെല്ലൊന്നുമല്ല, പക്ഷേ റിസൾട്ട് കിട്ടുന്നതാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ മസ്റ്റായിട്ട് ലിപ് ബാം യൂസ് ചെയ്യണം കേട്ടോ. ലിപ് ബാം യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ വാസ്ലിൻ. ഞാൻ എപ്പോഴും വാസ്ലിനാണ് തേക്കാറ്. കുട്ടികളൊക്കെ പറയും വാസ്ലിൻ തേക്കാൻ പാടില്ല, ചുണ്ട് കറക്കും അങ്ങനെയൊക്കെ പറയും. പക്ഷേ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. വാസ്ലിനാണ് ഏറ്റവും നല്ലത്. നല്ല പെട്രോളിയം ജെല്ലുള്ള സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുക, ഡ്രൈ സ്കിന്നുകാർ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.